ഹായ്, എൻ്റെ പേര് ജസൽ. ഞാൻ 12 വർഷമായിട്ട് കൂൺ കൃഷി ചെയ്തു വരികയാണ്. ഈ വർഷത്തെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന കൂൺ കൃഷിക്കുള്ള അവാർഡ് എനിക്കാണ് ലഭിച്ചത്. പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് ഏറ്റവും അവർ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഒരു ഫാം ഒന്ന് കാണുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരെയും ഈ ഫാമിൻ്റെ മഷ്റൂം ഫാം ആയതുകൊണ്ട് തന്നെ ഈ ഫാമിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും കയറ്റാൻ പറ്റില്ല. അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ഫാമിൻ്റെ ഉൾഭാഗങ്ങളും മറ്റു വിശേഷങ്ങളും കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നതാണ് വിത്തിൻ്റെ ലാബ്. ഇത് മൊത്തത്തിലുള്ള സെക്ഷൻ ഫുള്ള് വിത്തിൻ്റെ ലാബാണ്. ഇതിൻ്റെ അടിഭാഗത്താണ് പേക്കിംഗ് യൂണിറ്റും ഫാമും മറ്റു കാര്യങ്ങളൊക്കെ അടിയിലാണല്ലോ. ഇവിടെയാണ് നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഓഫീസ്, അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ മഷ്റൂം പേക്ക് ചെയ്യുന്ന യൂണിറ്റ്, അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ മഷ്റൂമിൻ്റെ ബെഡ് ഉണ്ടാക്കുന്ന യൂണിറ്റ്, അത് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റോർ റൂം. അങ്ങനെയാണ് നമ്മൾ ഈ ബിൽഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇപ്പുറവശത്താണ് നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ടോട്ടൽ 4 ഫാമുകളിലായിട്ടാണ് മഷ്റൂം ചെയ്തിരുന്നത്. 4 ഫാമുകളിലായിട്ട് ടോട്ടൽ നമുക്കൊരു 6000 ബെഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഫാമിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. മഷ്റൂമിൻ്റെ ബെഡുകൾ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ട് ചെയ്യുക മൊത്തത്തിൽ. ഇതിപ്പോൾ ഈ ഫാം നമ്മൾ മൊത്തം ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോളും ഓട്ടോമാറ്റിക്കായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ബെഡുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ. നല്ല ഫാമിൽ ഇപ്പോൾ നമുക്ക് ഹാർവെസ്റ്റിങ് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തോടത്ത് കൂടെ കൂണ് വരുന്നത് കാണിച്ചത്. ഇത് കണ്ടില്ലേ, ഞാൻ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ മുട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 12 വർഷം ആയതുകൊണ്ട് തന്നെ എൻ്റേതായ രീതിയിലാണ് ഞാൻ ഈ മഷ്റൂം ബെഡുകളൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഇപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ ചെറിയ ഫാം ആണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ബെഡുകൾ ഉൾക്കൊള്ളാൻ പറ്റും. ആ രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു വൺ സൈഡ് മാത്രമാണ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബെഡിൻ്റെ വൺ സൈഡ് മാത്രമാണ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറ സൈഡിൽ വേറെ ബെഡ് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. ആ രീതിക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പുറ സൈഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ഈ സൈഡാണ്. ഇതിൽ വേറെ തന്നെ ബെഡ് വെച്ചിരിക്കുക. അപ്പോൾ ഈ ലൈനിൽ നമുക്കിങ്ങനെ 2 ബെഡ് വെക്കും, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. അതിൻ്റെ ഈ സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കൂൺ ഇങ്ങനെ വരും. അപ്പോൾ ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ എല്ലാ ബെഡും നല്ല വൈറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മഷ്റൂം കൂടുതലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ കാര്യം തുടർന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തരും. പിന്നെ കൂൺ കൃഷി ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല കൃഷിക്കാരുടെ അടുത്ത് തന്നെ വിത്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല മഷ്റൂം ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോകളിൽ ഇതിൻ്റെ ബെഡ് എങ്ങനെ മേക്ക് ചെയ്യുക, എങ്ങനെ നിങ്ങൾക്ക് കൃഷി ഒന്ന് തുടർന്ന് കൊണ്ടുപോവുക, അങ്ങനെയുള്ള എൻ്റെ എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക.